2026 പുതുവത്സര ദിനം. ലോകമുണർന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന യഥാർത്ഥ കഥ ആ ഒരു സംഭവത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വളരെ സങ്കീർണമായ ഒരു രാജ്യത്തിന്റെ കൗതുകകരമായ അവസ്ഥയെക്കുറിച്ചാണ്. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. കഥ തുടങ്ങുന്നത് ആൽപ്സ് പർവ്വതനിരകളിലെ ഒരു പ്രീമിയം സ്കീയിംഗ് റിസോർട്ടായ ക്രാൻസ് മൊണ്ടാനയിൽ നിന്നാണ്. സമയം ജനുവരി 1 പുലർച്ചി. ലോകമെമ്പാടുമുള്ള ന്യൂസ് അലോട്ടുകളിൽ ഇതുപോലുള്ള തലക്കെട്ടുകളാണ് മിന്നിമറിഞ്ഞത്. ആഘോഷത്തിന്റെ രാവ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ദുരന്തത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ചിത്രമായി മാറി. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പുതുവർഷം ആഘോഷിക്കാൻ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു പോപ്പുലർ ബാറിൽ ഒരു വലിയ സ്ഫോടനവും അതിനെ തുടർന്ന് തീപിടുത്തവും ഉണ്ടായി. ഭീകരാക്രമണവുമായി ഇതിന് ബന്ധമൊന്നുമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഏറ്റവും ദുഃഖകരമായ കാര്യം, കുറഞ്ഞത് 10 പേരെങ്കിലും മരിച്ചു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചത്. അതുമാത്രമല്ല, 100ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായിരുന്നു. ഇനി നമുക്ക് ഈ പെട്ടെന്നുണ്ടായ ദുരന്തത്തിൽ നിന്ന് ഒന്ന് സൂം ഔട്ട് ചെയ്ത് അവിടത്തെ ഭൂപ്രകൃതിയിലേക്ക് വരാം. കാരണം ക്രാംസ് മൊണ്ടാന എന്ന ആ സ്ഥലം വളരെ പതുക്കെയാണെങ്കിലും അതിലും വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലൈസ് എന്ന അതേ കന്റോണിലാണ് ഈ ദുരന്തം നടന്നത്. സ്വിറ്റ്സർലൻഡിന്റെ അഭിമാനമായ റോൺ, ഗ്രീസ് തുടങ്ങിയ ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും അവ ഉരുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ കാര്യം വ്യക്തമാവും. കഴിഞ്ഞ ഒരു ദശാബ്ദം സ്വിസ് ഹിമാനികൾക്ക് എത്രത്തോളം നാശം വിതച്ചു എന്ന് നോക്കൂ. 2022, 2023 എന്നീ വർഷങ്ങൾ വളരെ മോശമായിരുന്നു. അതിനു പിന്നാലെ റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശം 4ാമത്തെ വർഷമായിരുന്നു 2025. ഈ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതിയാവും: 25%. ഒന്ന് ഓർത്തു നോക്കൂ, 2015 ശേഷം മാത്രം സ്വിറ്റ്സർലൻഡിലെ ആകെ ഹിമാനികളുടെ 1/4 ഭാഗം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോ ഒരു വശത്ത് തീപിടുത്തം പോലുള്ള പെട്ടെന്നുള്ള ദുരന്തം, മറുവശത്ത് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ഒരു ദീർഘകാല ഭീഷണി. സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യം ഇതിനെയൊക്കെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അതിനൊരുത്തരമേ ഉള്ളൂ. അവരതിനെക്കുറിച്ച് വളരെ തീവ്രമായി, പരസ്യമായി ചർച്ച ചെയ്യുന്നു. തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ഓൺലൈൻ ഫോറങ്ങളിൽ ചർച്ചകൾക്ക് തീപിടിച്ചു. രാജ്യത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ചില പൗരന്മാർ ഉടൻ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അതിലൊന്നാണിത്. ഈ സംവാദം എങ്ങനെയാണ് മുന്നോട്ടു പോയതെന്ന് കാണുന്നത് തന്നെ രസകരമാണ്. രണ്ട് പക്ഷത്തും ശക്തമായ വാദങ്ങളുണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു, UK-ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് ലൈസൻസ് പോലും കിട്ടില്ലെന്ന്. മറുവിഭാഗം കണക്കുകൾ നിരത്തി പറഞ്ഞു, UK-യേക്കാൾ കുറവ് തീപിടുത്ത മരണങ്ങളെ സ്വിറ്റ്സർലൻഡിലുള്ളൂ എന്ന്. ഇതവരുടെ ദേശീയ സംവാദങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണ്. അപ്പോ ഈ പൊതുചർച്ചകളോടുള്ള താൽപ്പര്യം അതവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിനെയാണ് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിളായി പറഞ്ഞാൽ, പ്രധാനപ്പെട്ട നിയമങ്ങളിൽ പൗരന്മാർക്ക് നേരിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം. ഇവിടെ അവസാനത്തെ വാക്ക് സർക്കാരിൻ്റെതല്ല, ജനങ്ങളുടേതാണ്. ഈ ലിസ്റ്റ് ഒന്ന് നോക്കൂ. മുഖം മറയ്ക്കുന്നത് നിരോധിക്കുന്നത് മുതൽ എല്ലാവർക്കും വിവാഹമെന്ന നിയമം വരെ എത്ര വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. സാമൂഹിക വിഷയങ്ങൾ, കുടിയേറ്റം, ഊർജ്ജനയം, അങ്ങനെ എല്ലാത്തിലും അന്തിമ തീരുമാനം സ്വിസ് ജനതയുടേതാണ്. അപ്പോ ഈ പ്രതിസന്ധികളെക്കുറിച്ച് വെറുതെ ചർച്ച ചെയ്തിരിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. ഇതിനെല്ലാം മറികടന്ന് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനായി അവർ വലിയ തോതിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 2026ലേക്കുള്ള അവരുടെ AI അജണ്ട നോക്കൂ. സ്വന്തമായി AI മോഡലുകൾ വികസിപ്പിക്കുന്നത് മുതൽ ഒരു ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതുവരെ അതിൽപ്പെടുന്നു. ലക്ഷ്യം വ്യക്തമാണ്: AI രംഗത്ത് ഒരു ലോക നേതാവാകുക. ടെക്നോളജിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അവരുടെ ശ്രദ്ധ. രാജ്യത്തെ ഗതാഗത സംവിധാനത്തിലും ഒരു വലിയ വിപ്ലവത്തിനാണ് സ്വിറ്റ്സർലൻഡ് ഒരുങ്ങുന്നത്. ഇത് കുറച്ച് ട്രെയിനുകൾ കൂട്ടിച്ചേർക്കുന്നതുപോലെ ഒരു ചെറിയ മാറ്റമല്ല, രാജ്യത്തെ മുമ്പെങ്ങുമില്ലാത്ത വിധം കൂട്ടിയിണയ്ക്കുന്ന ഒരു അടിമുടി മാറ്റമാണ്. ഈ വലിയ പദ്ധതിക്ക് പിന്നിലെ നിക്ഷേപം എത്രയാണെന്നറിയാമോ? ഏകദേശം 16 ബില്യൺ സ്വിസ് ഫ്രാങ്ക്. അതെ, അവരുടെ വികസനഘട്ടം 2035 എന്ന റെയിൽവേ നെറ്റ്വർക്ക് പദ്ധതിക്കായി പാർലമെന്റ് അനുവദിച്ച ഭീമമായ തുകയാണിത്. ഈ വലിയ നിക്ഷേപത്തിന്റെ ലക്ഷ്യവും അത്ര തന്നെ വലുതാണ്. 2040 ആകുമ്പോഴേക്കും പ്രതിദിനം ഏകദേശം 2 മില്യൺ, അതായത്
20 ലക്ഷത്തോളം യാത്രക്കാരെ കൈകാര്യം ചെയ്യുക. ഇന്നുള്ളതിനേക്കാൾ 30% വർധനവ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ശക്തവും പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്നതുമായ വൈരുദ്ധ്യങ്ങളാൽ നിർവചിക്കപ്പെട്ട ഒരു രാജ്യത്തെയാണ്. ഇതാണ് 2026-ലെ സ്വിസ് വൈരുദ്ധ്യം. ഒരു വശത്ത് പുരാതന പാരമ്പര്യങ്ങളും അവർ നേരിടുന്ന നിലവിലെ ഭീഷണികളും, മറുവശത്ത് AI, അതിവേഗ റെയിൽ പോലുള്ള ഭാവിയെക്കുറിച്ചുള്ള അവരുടെ വലിയ സ്വപ്നങ്ങളും. പെട്ടെന്നുള്ള ദുരന്തങ്ങളെയും ദീർഘകാല പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും നേരിടുന്ന ഒരു രാജ്യം അതേസമയം തന്നെ ഒരു ഹൈപ്പർ മോഡേൺ ഭാവി കെട്ടിപ്പടുക്കുന്നു. ഇത് സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ സ്വയം ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരൊറ്റ ശബ്ദത്തിലൂടെയല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ശബ്ദത്തിലൂടെ, ഓരോ ചർച്ചയിലൂടെയും ഓരോ വോട്ടെടുപ്പിലൂടെയും.